ഹലോ എവരിവൺ, നമ്മൾ പ്രോബബിലിറ്റിയുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്നു. അതായത് ഈ ഒരു പാർട്ടിൽ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ ചൂസ് ചെയ്തതെന്ന് ഉള്ളൊരു ഡൗട്ട് വന്നിരുന്നു. സോ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഈ രണ്ട് ബോക്സുകൾ ഉണ്ടായിരുന്നല്ലോ. ഈ രണ്ട് ബോക്സിൽ നിന്നും നമുക്ക് ഓഡ് നമ്പർ തന്നെ വേണം. അതായത് നമ്മൾ ഇതിനൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ബോക്സ് 1 നിന്ന് ഓഡ് നമ്പർ വേണം ആൻഡ് ബോക്സ് 2 ഈക്വൽ ടു ഓഡ് നമ്പറുള്ള ഒരു ടോക്കൺ തന്നെ വേണം. കാരണം രണ്ടിടത്തു നിന്നും നമുക്ക് ഓഡ് നമ്പർ ഉള്ള ഒരു ടോക്കൺ കിട്ടിയാൽ ആ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഓഡ് നമ്പർ തന്നെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ 1 മൈനസ് നോട്ട് ഓഡ് നമ്പർ ചെയ്യും, പ്രോബബിലിറ്റി ഓഫ് നോട്ട് ആൻഡ് ഓഡ് നമ്പർ ചെയ്യുമ്പോഴേ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഈവൻ നമ്പർ കിട്ടുള്ളൂ. അതാണ് നമ്മളിവിടെ കോംപ്ലിമെൻ്ററി ഓപ്പറേഷൻ വെച്ച് കണ്ടുപിടിച്ചത് അല്ലേ. അതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ 1 മൈനസ് നോട്ട് എ. ഓക്കെ, നമ്മൾ നോട്ട് എ ആണ് ഇവിടെ കണ്ടുപിടിച്ചത്. നോട്ട് എ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഈക്വൽ ടു ഈവൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമ്മൾ പ്രോഡക്റ്റ് ഓഫ് നോട്ട് എ, അതായത് ഓഡിൻ്റെ കേസ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് 1 മൈനസ് ചെയ്തപ്പോഴാണ് നമ്മൾ പ്രോഡക്റ്റ് ഓഫ് ഈ പ്രോഡക്റ്റ് ഈവൻ കിട്ടുന്ന പ്രോബബിലിറ്റി കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആൻഡ് എന്ന് പറയുന്ന കേസ് വരുന്നത് കൊണ്ടാണ് നമ്മൾ രണ്ടിൻ്റെയും പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, അതായത് നമുക്ക് രണ്ടിടത്തും ഓഡ് തന്നെ വേണം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അതായത് 7 കാർ ആക്സിഡൻറ്റ്സ് ഒക്കേർഡ് ഇൻ എ വീക്ക്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദേ ഒക്കേർഡ് ഓൺ ദ സെയിം ഡേ? ഓക്കെ, ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ബേസിക്കലി ഇങ്ങനത്തെ എക്സാംസിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ബേസിക്കലി നിങ്ങളുടെ പ്രോബബിലിറ്റി, നിങ്ങളെ ബേസിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ഡൈസ് റോൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്, നിങ്ങളുടെ കോയിൻ ടോസ് എക്സ്പെരിമെൻറ്റ്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങളുടെ ഡൈസ് റോൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 7 ആക്സിഡൻസുകൾ ഒക്കർ ചെയ്യുന്നു പറയുന്നു ഒരു വീക്കിൽ. അപ്പോൾ നിങ്ങൾ A1 ആക്സിഡൻറ്റുകളാണ് ഇനി A1 A2 എന്ന് ഇടുന്നത് കേട്ടോ. A1 A2 A3 A4 A5 A6 A7 ഇത് 7 ആക്സിഡൻറ്റുകളാണ്. ആക്സിഡൻറ്റ് A1 എന്ന് പറയുന്ന ആക്സിഡൻറ്റ് ഒരാഴ്ചയിൽ ഏത് ദിവസം വേണോ അത് സംഭവിക്കാം അല്ലേ. മൺഡേ സംഭവിക്കാം, ട്യൂസ്ഡേ സംഭവിക്കാം. അതുപോലെ തന്നെ ആക്സിഡൻറ്റുകൾ ഒരു ആഴ്ചയിൽ ഒരിക്കൽ ഏതെങ്കിലും ഒരു ദിവസം സംഭവിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തില്ല. A1 എന്ന് പറഞ്ഞ ആക്സിഡൻറ്റ് ആഴ്ചയിൽ ഒരിക്കലേ സംഭവിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ A1 എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ 7 ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഈ 7 ദിവസങ്ങളിൽ എപ്പോൾ വേണം സംഭവിക്കാം. A2 ഇതുപോലെ 7 ദിവസങ്ങൾ എപ്പോൾ വേണം സംഭവിക്കാം. A3 ഇതുപോലെ, A4 ഇതുപോലെ, A5 A6 A7. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഈ A1 A2 ഈ 7 ഡേയ്സിൽ സംഭവിക്കാവുന്ന കേസ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഡൈസ് റോൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൽ നിന്ന് കമ്പയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ഡൈസ് റോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6 ഔട്ട്കംസ് കിട്ടും അല്ലേ. അതേപോലെ നിങ്ങൾ ആ ഡൈസ് 2 തവണ റോൾ ചെയ്തല്ലേ, 6 × 6 ഔട്ട്കംസ്, അതായത് 36 ഔട്ട്കംസ് നിങ്ങൾക്ക് കിട്ടും അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ നിങ്ങൾ ഡൈസ് ആഴ്ചയിൽ എല്ലാ ദിവസവും നിങ്ങൾ റോൾ ചെയ്യുന്ന പോലെ തന്നെയാണ് പരിപാടിയാണ് ഇവിടെ അതിനെ നിങ്ങൾ ആക്സിഡൻ്റ് ആക്കി മാറ്റുന്നു. അതേപോലെ 7 ആക്സിഡൻറ്റ്, 7 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് ഡൈസ് റോൾ ചെയ്യുമ്പോൾ 6 എന്ന് പറയുന്ന നമ്പറേ ഉള്ളൂ. അതേപോലെ നിങ്ങൾക്ക് ഡൈസ് റോൾ ചെയ്യുമ്പോൾ 3 എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് വാല്യൂ 3 കിട്ടുന്നത് 1/6 ആണ് അല്ലേ. 3 എന്ന് പറയുന്ന ഒരു ഒറ്റ നമ്പറേ ഡൈസിലുള്ളൂ, 1/6. ഇപ്പോൾ ഈ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 5 എന്ന് പറയുന്നതും 1/6 ആണ്, ഒരൊറ്റ ഡൈസാണ് റോൾ ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 7. അത് റിപ്പീറ്റഡ് ആയിട്ട് ഉള്ള ഒരു കേസ് പോലെയാണ് നിങ്ങൾക്ക് ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അത് A1 എന്ന് പറയുന്ന ആക്സിഡൻറ്റ് 7 ബേസിലൊക്കെ അറിയാം, A2 എന്ന് പറയുന്ന ആക്സിഡൻറ്റ് 7 ബേസിലൊക്കെ അറിയാം. അപ്പോൾ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 7 × 7 ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7⁻7 ഇതാണ് നിങ്ങളുടെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. A1 A2 നിങ്ങൾക്ക് ഒരാഴ്ചയിൽ 2 ആക്സിഡൻറ്റ് ഒക്കർ ചെയ്യുന്നെങ്കിൽ ഈ ആക്സിഡൻറ്റ് A1 എന്ന് പറയുന്നത് 7 ബേസിലും A2 എന്ന് പറയുന്നത് 7 ബേസിലും. അപ്പോൾ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 7² ആണ്, 14 ആണ്. ടോട്ടൽ ഔട്ട്കം 14 ആണ്. ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോബബിലിറ്റി ദാറ്റ് ദേ ഒക്കേർഡ് ഓൺ ദ സെയിം ഡേ. ഓക്കെ, അപ്പോൾ സെയിം ഡേ എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ആൾ ആക്സിഡൻറ്റ്സ് ഒക്കർ ഓൺ സെയിം ഡേ. എല്ലാ ആക്സിഡൻറ്റും സെയിം ഡേയിലാണ് ഒക്കർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും?
അതായത് മൺഡേ സെയിം ഡേ നമുക്ക് ആദ്യം ഒരു മൺഡേ എന്ന് പറയുന്ന കേസ് എടുക്കാം. സെയിം ഡേ നമുക്ക് അങ്ങനെ പെട്ടെന്ന് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാകും, മനസ്സിലാക്കി. ഓൺ മൺഡേ. ഓക്കെ, ഈ 7 ഡേയ്സിൽ മൺഡേ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ റാൻഡംലി 7 ദിവസം, അതായത് വീക്കിലെ 7 ദിവസം, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെഡ്നെസ്ഡേ അപ് ടു സാറ്റർഡേ. ഓക്കെ, ഇതിൽ റാൻഡമായിട്ട് നിങ്ങളൊരു ഡേ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് മൺഡേ ആണ് ഞാൻ ചോദിക്കുന്നത്. പ്രോബിലിറ്റി ഓഫ് മൺഡേ നിങ്ങൾ അങ്ങനെ എന്തായിരിക്കും? 1/7 ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ പ്രോബിലിറ്റി നമുക്കിവിടെ വേണ്ടത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് ആക്സിഡൻറ്റ്സ് ഓൺ ദ സെയിം ഡേ ആണ്. അപ്പോൾ ആക്സിഡൻസിൻ്റെ ടോട്ടൽ ഔട്ട്കംസ് ആണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതുന്നത് 7/7. ഓക്കെ, ഓൾ ആക്സിഡൻറ്റ്സ് ഓൺ സെയിം ഡേ എന്ന് പറയുമ്പോൾ ഒരു ഡേ ആണ് നിങ്ങൾ വേണം. പ്രോബിലിറ്റി ഓഫ് മൺഡേ, നമ്മളിവിടെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബിലിറ്റി ഓഫ് മൺഡേ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പ്രോബിലിറ്റി ഓഫ് മൺഡേ എന്ന് പറയുന്നത് അതായത് ഓഡ്സ് ഇൻ ഫേവർ ഓഫ് മൺഡേ, അത് 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് ഓഫ് ആക്സിഡൻറ്റ്സ് ആണ്. നമ്മൾ ആൾ ആക്സിഡൻറ്റ്സ് ഒക്കറിങ് ഓൺ മൺഡേ. ഓക്കെ, മൺഡേയുടെ ഓഡ്സ് ഇൻ ഫേവർ ആൾ ആക്സിഡൻസിൻ്റെ ടോട്ടൽ ഔട്ട്കം. ഇത് ബേസിക്കലി പ്രോബിലിറ്റിയുടെ നമ്മൾ ഒന്നും പുതിയതായിട്ടൊരു കൺസെപ്റ്റ് ഇവിടെ പഠിക്കുന്നില്ല. ബേസിക്കലി നമ്മൾ ലോജിക്ക് അപ്ലൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് സെയിം ഫോർ ട്യൂസ്ഡേ ആണെങ്കിൽ സെയിം ആണ്, 1/7/7. അങ്ങനെ നമുക്ക് ആൾ അപ് ടു സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ വരെ നമ്മൾ 1/7/7. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ആൾ ആക്സിഡൻറ്റ്സ് occur ഓൺ സെയിം ഡേ എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അല്ലേ? അതായത് 1/7/7 ഓർ ട്യൂസ്ഡേ ഓർ വെനസ്ഡേ ഓർ തേഴ്സ്ഡേ ഓർ ഫ്രൈഡേ, അങ്ങനെ വരാം. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഇവിടെ ആഡീഷനാണ് 1/7/7 പ്ലസ് 1/7/7. ഇത് മൺഡേക്കുള്ളത്, ഇത് ട്യൂസ്ഡേ, അടുത്തത് വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. 1 2 3 4 5 6 7 7 എൻ്റെ വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഓക്കെ, എല്ലാം കൂടെ സൺഡേയിൽ ഒക്കർ ചെയ്യുന്നത് അതുവരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 7/7/7 ആണ്. അതായത് 1/7/6. 1/7/6 ആണ് നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ, ബേസിക്കലി നമ്മൾ ഈ ഒരു മോഡലിംഗ് മാത്രമേ ഇതിൽ ടഫറായിട്ടുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം സിമ്പിളാണ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ എ പോപ്പുലേഷൻ ഓഫ് n ഫാമിലീസ് 50% ഓഫ് ദ ഫാമിലീസ് ഹാവ് 3 children, 30% of the families have 2 children and the remaining families have 1 child. What is the probability that a randomly picked child belongs to a family of 2 children? ഓക്കെ, ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പേഴ്സ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ പെർസെൻറ്റേജിലാണ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം ടോട്ടൽ നമ്പർ ഓഫ് ഫാമിലീസ് എന്ന് പറയുന്നത് 100 ഫാമിലീസ് ഉണ്ട്. അതിൽ 50% ഫാമിലീസ് എന്ന് പറയുന്നത് 100ൻ്റെ 50% എന്ന് പറയുന്നത് 50 തന്നെയല്ലോ. അവർക്ക് 3 ചിൽഡ്രൻ വീതമുണ്ട്. ഓക്കെ, അങ്ങനെ അപ്പോൾ ഈ 50 ഫാമിലീസിന് ഓരോ ഫാമിലീസിനും 3 ചിൽഡ്രൻ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ചിൽഡ്രൻ എന്ന് പറയുന്നത് 3 × 50 ആണല്ലേ, 3 × 50 150 ചിൽഡ്രൻ ഈ 50% ഫാമിലീസിനും ഉണ്ട്. അതേപോലെ 30% ഫാമിലീസിന് 30% 100 എന്ന് പറയുന്നത് 30 തന്നെയാണ്, 2 ചിൽഡ്രൻസ് വീതമുണ്ട്. അപ്പം ടോട്ടൽ ചിൽഡ്രൻ എന്ന് പറയുന്നത് 2 × 30 അതായത് 60 അല്ലേ. അതേപോലെ 20% ഫാമിലീസിന് 20% 100 എന്ന് പറയുന്നത് 20 തന്നെയാണ്, 1 ചിൽഡ്രൻ വീതമുണ്ട്. അപ്പം ടോട്ടൽ ചിൽഡ്രൻ എന്ന് പറയുന്നത് 1 × 20 അതായത് 20 തന്നെയാണ്, 20. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് എത്രയാണ്? 150 + 60 + 20 230. ഇതാണ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് റാൻഡംലി picked child belongs to a family of 2 children. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു കുട്ടിയെ നമ്മൾ റാൻഡംലി പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി 2 കുട്ടികളുള്ള ഒരു ഫാമിലിയുടെ മെമ്പർ ആവാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ,
ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മളിത് മനസ്സിലാക്കുന്നത് നമുക്കിത് എളുപ്പമായിട്ട് മനസ്സിലാകും. പക്ഷേ നിങ്ങൾ കംപ്ലീറ്റ് പ്രോബിലിറ്റി പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടുള്ള ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ബയസ് തിയറി അപ്ലൈ ചെയ്യാനായിരിക്കും. അതായത് പ്രോബിലിറ്റി ഓഫ് പിക്കിംഗ് എ ചൈൽഡ് given it is from a family of 2 children. ഓക്കെ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ബയസ് തിയറി അപ്ലൈ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അത് നാച്ചുറലാണ്. പക്ഷേ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്, ആ പ്രോബിലിറ്റിയുടെ ബേസിക് ഫോർമുല എന്താണ്? ഓഡ്സ് ഇൻ ഫേവർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് അല്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് റാൻഡംലി പിക്കിംഗ് എ ചൈൽഡ്. ഓക്കെ, ഒരു ചൈൽഡിനെ നിങ്ങൾ റാൻഡംലി പിക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന്, അത് നമുക്ക് ടോട്ടൽ ഔട്ട്കംസ് നമുക്കുണ്ട് 230 ഉണ്ട്. ഓക്കെ, അപ്പം അപ്പോൾ ചൈൽഡിൻ്റെ ഒരു ചൈൽഡിനെ നമ്മൾ 1 in 230 ആണ് നമ്മുടെ ഒരു കുട്ടിയെ നമ്മൾ പ്രോബിലിറ്റി സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു കുട്ടിയെ സെലക്ട് ചെയ്യാനുള്ള ഔട്ട്കം, അതായത് വാട്ട്സ് ഇൻ ഫേവർ ഓഫ് പിക്കിംഗ് എ ചൈൽഡ്. ഓക്കെ, ഇത് ടോട്ടൽ ഔട്ട്കംസ് ആണ്. ഓക്കെ, നമ്മൾ ടോട്ടൽ ഔട്ട്കംസ് 230 ആണ്. പക്ഷേ നമ്മുടെ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഓഡ്സ് ഇൻ ഫേവർ എന്താണ്? ബിലോങ്സ് ടു എ ഫാമിലി ഓഫ് 2 children. അപ്പം ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എ ചൈൽഡ് ബിലോങ്ങിങ് ടു എ ഫാമിലി ഓഫ് 2 children. അവിടുത്തെ ഓഡ്സ് ഇൻ ഫേവർ നമുക്ക് അവൈലബിൾ ആണോ എന്ന് നമുക്കിവിടെ അവൈലബിൾ ആണോ ആദ്യം നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 childrenന് എത്ര അതായത് 2 കുട്ടികളുള്ള ഫാമിലീസിന് എത്ര ടോട്ടൽ ചിൽഡ്രൻ ഉണ്ട്? ഓക്കെ, ഇവിടെ നമ്മളത് കണ്ടുപിടിച്ചു 60. അതായത് 20% ഫാമിലീസിന് 2 children വീതം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 20% ഫാമിലീസിന് ടോട്ടൽ എത്ര ചിൽഡ്രൻ ഉണ്ട്? 60 children ആണുള്ളത്. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്യുന്ന കുട്ടി ഈ 60യിലുള്ള ഗ്രൂപ്പിലാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഓഡ്സ് ഇൻ ഫേവർ എന്ന് പറയുന്നത് 60, അതായത് 230 കുട്ടികളുള്ളതിൽ ഈ 60 കുട്ടികൾ 2 കുട്ടികളുള്ള ഫാമിലീസിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഓഡ്സ് ഇൻ ഫേവർ. അത് നമ്മളെ ബേസിക് പ്രോബിലിറ്റിയുടെ ഫോർമുലയിലുള്ള ന്യൂമറേറ്ററിൽ ഞാൻ തന്ന ഡെഫിനേഷനുള്ള ആ സെയിം ഐഡിയ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, 60 divided by 230. ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 6 divided by 23. ഓക്കെ, 6 divided by 23 ആണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഫെയർ കോയിൻ ഈസ് ടോസ്ഡ് n times. The probability that the difference between the number of heads and the number of tails is n-3. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നമുക്ക് ഒന്ന് എഴുതിയേക്കാം, നമ്പർ ഓഫ് ഹെഡ്സിൻ്റെയും നമ്പർ ഓഫ് ടെയിൽസിൻ്റെയും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ n-3 ആവുന്ന പ്രോബിലിറ്റി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതായത് n times നമ്മൾ കോയിൻ ടോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് ടെയിൽസ് നമുക്ക് x ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ നമ്മുടെ എക്സ്പെരിമെൻ്റ് എല്ലാം പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് n-x ഹെഡ് കിട്ടണം. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് നമുക്ക് n-3 ആണ് നമുക്ക് കിട്ടേണ്ടതെന്നാണ് നമ്മൾ ക്വസ്റ്റ്യനിലുള്ളത്. അതിൻ്റെ പ്രോബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n-x നമ്പർ ഓഫ് ഹെഡ്സ് മൈനസ് x ഈക്വൽ ടു n-3. ഓക്കെ, ഇതാണ് നമ്മുടെ ഓഡ്സ് ഇൻ ഫേവർ. ഓക്കെ, ഇതാണ് നമ്മൾ ഓഡ്സ് ഇൻ ഫേവർ. അപ്പോൾ നമ്മൾ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്താണ്? n times ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ 2n ആണ്. ഈ ഒരു ഫോർമുല നമ്മൾ കണ്ടതാണ് അല്ലേ? ഒരു കോയിൻ n times നമ്മൾ ടോസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 2n ആണ്. അതായത് സാമ്പിൾ സ്പേസിൻ്റെ അത്രയും നമ്പർ എന്നിലേക്ക് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ഔട്ട്കം, ഇതാണ് നമ്മുടെ ഓഡ്സ് ഇൻ ഫേവർ. അപ്പോൾ n-2x ഈക്വൽ ടു n-3. ഓക്കെ, അപ്പോൾ 2x ഈക്വൽ ടു 3, x ഈക്വൽ ടു 3/2 എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫ്രാക്ഷനാണ് കിട്ടിയത്, ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ് കിട്ടിയത്. ഇതിൻ്റെ ആൻസർ 1.5. ഓക്കെ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ കിട്ടിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതൊരു ഇമ്പോസിബിൾ ഇവൻ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ അതായത് ഒരു കോയിൻ ടോസ് ചെയ്തപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ എന്താണ്? നിങ്ങളുടെ നമ്പർ ഓഫ് ടെയിൽസ് ആണ്. നമ്പർ ഓഫ് ടെയിൽസ് എപ്പോഴെങ്കിലും ഫ്രാക്ഷൻ വരും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഹെഡ്സ് അല്ലെങ്കിൽ ടെയിൽസ് അല്ലെങ്കിൽ ഹെഡ്സേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതായത് 1.5 ടെയിൽസ് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത് തന്നെ ഇമ്പോസിബിളാണ്.
ഇനി പ്രോബിലിറ്റി ഓഫ് ഡിഫറൻസ് n-3 നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ഈ പ്രോബിലിറ്റി x=3 എന്ന് പറയുമ്പോൾ തന്നെ പ്രോബിലിറ്റി ഓഫ് ഒക്കറിങ് എന്ന് പറയുന്നത് 0 ആയി. മനസ്സിലായി? അപ്പോൾ 0 ഡിവൈഡഡ് ബൈ 2n = 0. അതായത് ഇമ്പോസിബിളാണ്, ഇങ്ങനെ ഒരു സംഭവം ഇല്ല, ഇമ്പോസിബിളായിട്ടുള്ള ഇവൻ്റാണ്. ഓക്കെ, ഞാനിവിടെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് നിങ്ങൾ 0 എടുത്ത് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്പർ ഓഫ് ടെയിൽസ് 1.5, അതായത് 1.5 ടെയിൽസ് കിട്ടുന്ന, അതായത് n ടൈംസ് റോൾ ചെയ്തപ്പോൾ, അതായത് കോയിൻ ടോസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 1.5 ടെയിൽ കിട്ടാനുള്ള എത്ര ഇവൻ്റ് ഉണ്ടായി? 1.5 ടെയിലാണ് നിങ്ങൾക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത് 0 ആണ്. 1.5 ടെയിൽ ഒരിക്കലും സാമ്പിൾ ഫേസിൽ ഇല്ല. മനസ്സിലായി? 1.5 ടെയിൽ ഒരിക്കലും കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ 0 ഓഡ്സ് ഇൻ ഫേവർ, 1.5 ടെയിൽ കിട്ടുന്നത് ഓഡ്സ് ഇൻ ഫേവർ എത്രയാണ്? 0. അങ്ങനെ ഒരു ഇവൻ്റ് സാമ്പിൾ സ്പേസിലില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ 0 ആയിട്ട് മാറ്റിയത്. കൺഫ്യൂഷനാകുന്നത്. ഈ ഒരു 3 ക്വസ്റ്റ്യനാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഹാപ്പി ടു റീച്ച് ഔട്ട്. സോ താങ്ക് യു. ടേക്ക് കെയർ.